സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇന്ന് കൃഷ്ണകുമാർ കുടുംബത്തെക്കുറിച്ച് ചർച്ചകൾ മാത്രമാണ്. ഒന്നിനു പിറകെ ഒന്നായി ഇവർ വിവാദത്തിലാകുന്നു. ഓമിയുടെ പിറന്നാൾ ദിനത്തിൽ അശ്വിൻ്റെ മാതാപിതാക്കളെ ക്ഷണിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം. ഇതിൽ ദിയയ്ക്കും അശ്വിനും വലിയ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ പലരും വിട്ടുപോയ ആളാണ് കൃഷ്ണകുമാർ. പിറന്നാൾ ആഘോഷത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് കൃഷ്ണകുമാറാണ്. അച്ഛനായ അശ്വിൻ്റെ കയ്യിലാണ് ദിയ കേക്ക് മുറിക്കുമ്പോൾ കുഞ്ഞുണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ കൃഷ്ണകുമാർ കുഞ്ഞിനെ എടുത്തു. വീഡിയോയിലുടനീളം കൃഷ്ണകുമാറിന്റെ കയ്യിലാണ് കുഞ്ഞെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുത്തശ്ശൻ മുത്തശ്ശന്റെ സ്ഥാനത്തും അച്ഛൻ അച്ഛന്റെ സ്ഥാനത്തും നിൽക്കണമെന്ന് എല്ലാവരും ഒന്നടങ്കം പറയുന്നു. പണമില്ലാത്തവൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അശ്വിൻ്റെ സ്ഥാനം കയ്യേറാൻ കൃഷ്ണകുമാറിന് സാധിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. ഔചിത്യബോധം ഇദ്ദേഹത്തിനില്ല എന്ന വാദങ്ങളുമുണ്ട്. 4 മക്കളുടെ അച്ഛനായാണ് കൃഷ്ണകുമാർ. മക്കളുടെ കുഞ്ഞിന് ഒരച്ഛനുണ്ട്. അത് മനസ്സിലാക്കി ആ സ്ഥാനം നൽകണമെന്നും വാദം വരുന്നുണ്ട്. പ്രസംഗത്തിലും അഭിമുഖങ്ങളിലും വലിയ ഉപദേശങ്ങൾ നൽകുന്ന ആളാണ് കൃഷ്ണകുമാർ. എന്നാൽ സ്വന്തം കുടുംബത്തിലും ജീവിതത്തിലും ഈ പ്രത്യയശാസ്ത്രം ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന ചോദ്യം ശക്തമാകുന്നു. മക്കളിൽ രണ്ടുപേരും നിരന്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു. അഹാന അമ്മൂമ്മയെ അസഭ്യം പറയുന്നു. ദിയ കൃഷ്ണകുമാർ അശ്വിൻ്റെ വീട്ടുകാരെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പേരക്കുട്ടികളുടെ ജീവിതത്തിൽ അശ്വിൻ്റെ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം നൽകാൻ മടിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി വരുന്നു. മക്കൾ കാണിക്കുന്ന അബദ്ധങ്ങൾ കാരണം തകർന്നടിയുന്നത് അച്ഛൻ കൃഷ്ണകുമാറിൻ്റെ ഇമേജാണ്.